സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് എത്തിയേക്കും. ആദ്യയാഴ്ച വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നതാണ് മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനുരഞ്ജന കൃഷ്ണ ചേരുന്നു. അനുരഞ്ജന, എന്തായാലും കാലവർഷം ഇന്ന് എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അനുരഞ്ജന ചേർന്നു വിവരങ്ങളുമായി. അനുരഞ്ജന, ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ കാലവർഷം എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ദീപ്തി, കാലാവർഷ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് കാലവർഷം എത്തും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാലവർഷം എത്തുന്ന ആദ്യ ആഴ്ച അതിശക്തമായ മഴ പെയ്യും എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കാലവർഷം എത്തുന്ന ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് കാലവർഷം എത്തുന്ന ഇന്ന് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായിരിക്കും ശക്തമായ മഴയുണ്ടാകുക. നാളെയാണ് വടക്കൻ കേരളത്തിലേക്ക് മഴ വ്യാപിക്കാനുള്ള സാധ്യതയുള്ളത്. ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴ പെയ്യാനാണ് കാലവർഷം എത്തുന്ന ആദ്യ ആഴ്ചയിൽ അതിശക്തമായ മഴ പെയ്യാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം അതിശക്തമായ ഇടിമിന്നലും ഒപ്പം 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും ഇറക്കിയിട്ടുണ്ട്. ഒപ്പം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻ പിടിക്കാൻ പോകരുത് എന്ന് നേരത്തെ നൽകിയിരുന്ന നിർദ്ദേശമൊക്കെ തന്നെ തുടരാനുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കാലവർഷത്തുന്ന ആദ്യ ആഴ്ചകളിൽ അതിശക്തമായ മഴയായിരിക്കും പെയ്യാൻ സാധ്യതയെന്നാണ് കരുതുന്നത്. ആദ്യ ആഴ്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞേക്കാം എന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. കൂടാതെ എൽനിനോ വർഷമാണ്, അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞേക്കാം. പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2024 ഒരു എൽനിനോ വർഷമായിരുന്നു. പക്ഷേ ആ വർഷം സംസ്ഥാനം കണ്ടത് ഒരു അസാധാരണമായ മഴയും വളരെ ശക്തിയേറിയ ഒരു മഴയുമൊക്കെയായിരുന്നു ആ തവണ സംസ്ഥാനം കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എൽനിനോ വർഷമാണെങ്കിലും ആദ്യ ആഴ്ചയ്ക്ക് ശേഷം ഇടയ്ക്കൊന്ന് മഴയുടെ ശക്തി കുറഞ്ഞാലും പിന്നീട് പെയ്യാൻ പോകുന്ന മഴയുടെ ശക്തി ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. അതിനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. ദീപ്തി, ശരി. എന്തായാലും സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്താനുള്ളൊരു സാധ്യതയാണുള്ളത്. ആദ്യ ആഴ്ച വ്യാപകമായ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇന്ന് 8 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. ബാക്കി 6 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴ തന്നെ ലഭിക്കുമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും നൽകുന്നത്. അനുരഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.